വൈക്കം മുറിഞ്ഞിപ്പുഴയിൽ വെള്ളം നിറഞ്ഞ് ഒരാളെ കാണാതായിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്കെത്തിയ ആളുകൾ സഞ്ചരിച്ച വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 30 പേരാണ് വെള്ളത്തിലുണ്ടായിരുന്നത്. മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയെന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നേരത്തെ 2 പേരെ കാണാതായി എന്നുള്ളതാണ്, ഇപ്പോൾ ഒരാൾ മാത്രമാണ് കാണാതായിരിക്കുന്നത് എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരം? ഇപ്പോൾ മുറിഞ്ഞിപ്പുഴയിൽ അപകടം നടന്ന പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ സുനിലുമായി നമ്മൾ ആശയവിനിമയം നടത്തി. സുനിൽ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ബാക്കിയുള്ള ആളുകളെ എല്ലാം, ഒരാളൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും വള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്നാണ് സുനിൽ പറയുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിയ ബന്ധുമിത്രാദികൾ സഞ്ചരിച്ച വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടിക്കുന്നിലേക്ക് നിന്ന് പാണാവള്ളിയിലേക്ക് പോവുകയായിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ നാട്ടുകാരുമൊക്കെയും ചേർന്നാണ് ഈ വള്ളത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തിയത്. ഒരാളെ കാണാനില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ നമ്മൾ സംസാരിച്ച പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള രക്ഷപ്പെടുത്തിയ ആളുകളെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ നേരിട്ട് കണ്ട് അപകടത്തെ സംബന്ധിച്ച് നമുക്ക് നേരിട്ട് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. എന്തായാലും ആശ്വാസകരമായ വാർത്ത, 30ഓളം പേർ സഞ്ചരിച്ച വള്ളം അപകടത്തിൽപ്പെട്ടപ്പോഴും ബാക്കി ഭൂരിഭാഗം ആളുകളെയും കരയ്ക്ക് അടുപ്പിക്കാനായി. ഒരാളെ കാണാനില്ലാതെ അയാൾക്ക് തിരച്ചിൽ വ്യാപകമായി നടത്തുന്നുണ്ട്. സ്ക്യൂബ ടീമിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ അടക്കം നേതൃത്വത്തിൽ നാട്ടുകാരും കൂടെ ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. എന്തായാലും ജനപ്രതിനിധികളടക്കം ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. മുറിഞ്ഞിപ്പുഴ കായലിന് സമീപത്ത് ആണ് ഈ അപകടമുണ്ടായത്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് വാർഡ് മെമ്പർ പറഞ്ഞിരുന്നു ജോസി? 30ഓളം പേർ ഒരു വള്ളത്തിൽ കയറി യാത്ര ചെയ്തു. സ്വാഭാവികമായും വള്ളത്തിൽ കൂടുതൽ ആളുകൾ കയറിയത് കൊണ്ടാണോ വള്ളം മറിയാൻ കാരണമായെന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ചൊന്നും വ്യക്തമായ ഒരു മറുപടി ആളുകളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. എന്തായാലും എല്ലാവരും ഈ രക്ഷാപ്രവർത്തനത്തിലാണ്. ആദ്യഘട്ടത്തിൽ കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് വലിയ ആശങ്ക പരത്തിയിരുന്നു. മാസ് കാഷ്വാലിറ്റി എന്ന തലത്തിലുള്ള അറിയിപ്പാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുമൊക്കെയും ലഭിച്ചത്. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ വള്ളം മറിഞ്ഞ ഒരാളെ മാത്രമാണ് കാണാതായിരിക്കുന്നത്. അയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നതാണ്. എന്തായാലും എങ്ങനെയാണ് അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെയും ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ജനപ്രതിനിധികളും നാട്ടുകാരുമായി നമ്മൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പലരും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റും തിരക്കിലാണ്. വൈക്കം MLA ആശയവുമായി ബന്ധപ്പെട്ടിരുന്നു. MLAയും ഈ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വിവരങ്ങൾ പൂർണ്ണമായും അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങളും പരിക്കേറ്റ ആളുടെ കാണാതായ ആളുടെ പേരും അതോടൊപ്പം തന്നെ ഏത് സമയമാണെന്നതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരാൾ മാത്രമാണ് ഈ അപകടത്തിൽ കാണാതായത്. ബാക്കിയുള്ള ആളുകളെയൊക്കെയും രക്ഷപ്പെടുത്തി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത്. യെസ്, ഒരാളാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പെട്ട് കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 30 പേർ സഞ്ചരിച്ചിരുന്ന വെള്ളമായിരുന്നു. 29 പേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പരിക്കേറ്റവരെ, ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്നാണ് അവിടെ നിന്നും ജോസി നൽകുന്ന വിവരങ്ങൾ. ഏതായാലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള ആശ്വാസകരമായ റിപ്പോർട്ടാണ് കോട്ടയം വൈക്കത്ത് നിന്നും ഈ ഘട്ടത്തിൽ വരുന്നത്.